നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. സുസ്ഥിര വികസനത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഊന്നൽ. കുന്നംകുളം നഗരസഭ പുതിയ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചു. 13,40,90,319 രൂപ മുന്നിരിപ്പും 86,88,56,760 രൂപ തൻവർഷ വരവും ചേർത്ത് ആകെ 100,37,52,079 രൂപ വരവും 93,86,28,895 രൂപ ചെലവും 6,51,23,184 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന 2025-26 കുന്നംകുളം നഗരസഭയുടെ പരിഷ്കരിച്ച ബജറ്റും 6,51,23,184 രൂപ മുന്നിരിപ്പും 200,17,59,000 രൂപ പ്രതീക്ഷിത വരവും ചേർത്ത് ആകെ 206,68,82,184 രൂപ വരവും 199,60,04,000 രൂപ പ്രതീക്ഷിത ചെലവും 7,08,78,184 രൂപ മിച്ചവുമുള്ള 2026-27 വർഷത്തേക്കുള്ള മതിപ്പു ബജറ്റുമാണ് വൈസ് ചെയർമാൻ PG ജയപ്രകാശ് സഭയിൽ അവതരിപ്പിച്ചത്. സംരംഭകത്വം, നഗരവികസനം, മാലിന്യ നിർമ്മാർജ്ജനം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെ 17 മേഖലകളിൽ ശ്രദ്ധയൂന്നിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് PG ജയപ്രകാശ് തന്റെ ആദ്യ ബജറ്റ് സമർപ്പിച്ചത്. തൃശൂർ ജില്ലയിലെ മികച്ച NSS യൂണിറ്റിനുള്ള പുരസ്കാരം മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കരസ്ഥമാക്കി. പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപിക NA വിനീത മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള അവാർഡിനും അർഹയായി. പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും പ്രാവർത്തികമാക്കിയാണ് ഈ സർക്കാർ സ്കൂൾ മികച്ച നേട്ടം കൈവരിച്ചത്. തൊഴിൽ പരിശീലനവും അതുവഴിയുള്ള സാമൂഹിക സേവനവും കഴിഞ്ഞ 3 വർഷമായി NSSന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നടത്തിവരുന്നുണ്ട്. പലഹാര നിർമ്മാണം, വിൽപ്പന, ജലപരിശോധന, തയ്യൽ പരിശീലനം, ദേശീയ പതാക, വസ്ത്രങ്ങൾ നിർമ്മിച്ച് വിൽപ്പന, നെൽകൃഷി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. കടങ്ങോട് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും ജലപരിശോധന നടത്തിയതിന് ഹരിത കേരള മിഷന്റെ ആദരവ് സ്കൂളിന് ലഭിച്ചു. വീട്ടിൽ നിന്നും പാചകം ചെയ്തു കൊണ്ടുവരുന്ന പലഹാരങ്ങൾ സ്കൂളിലെ സ്നാക്സ് പാർലറിൽ വിൽപ്പന നടത്തി കിട്ടിയ പണം സാമൂഹ്യ സേവനങ്ങൾക്കുപയോഗിച്ച് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് NSS നടത്തുന്നതെന്ന് പ്രിൻസിപ്പാൾ V. സ്മിത പറഞ്ഞു. മരത്തങ്കോട് സ്കൂളിലെ NSS യൂണിറ്റ് മറ്റ് സ്കൂളുകളിലെ NSS യൂണിറ്റിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് തനതായ പ്രവർത്തനങ്ങളിലൂടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നല്ല മികച്ച NSS യൂണിറ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോടൊപ്പം തൊഴിൽ പരിശീലനം കൂടി നൽകുക എന്ന വലിയൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ NSS യൂണിറ്റിൻ്റെ ഭാഗമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. NSS പ്രോഗ്രാം ഓഫീസറായി ചാർജ് എടുത്ത വിനീത ടീച്ചർ സ്കൂളിലേക്കായി 3 തയ്യൽ മെഷീൻ വാങ്ങി തയ്യൽ പരിശീലനം നൽകുന്നുണ്ട്. ദേശീയ പതാകകൾ, ശിശുദിനത്തിൽ ചാച്ചാജി ജുബകൾ, വയോമന്ദിരത്തിലെ അമ്മമാർക്ക് മാക്സികൾ എന്നിവ തയ്ച്ചു നൽകിയത് ശ്രദ്ധ നേടിയിരുന്നു. ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതൊരു ടീം വർക്കിന്റെ അവാർഡാണ്. എനിക്ക് എന്ത് ആശയങ്ങൾ തോന്നിയാലും ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞാൽ ഫുൾ സപ്പോർട്ടായിട്ട് അവർ കൂടെ നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ നല്ലൊരു എനർജി അതിൽ നിന്ന് കിട്ടാറുണ്ട്. അങ്ങനെയാണ് ഞാൻ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് എൻ്റെ സഹപ്രവർത്തകരോടാണ് ഇതിൻ്റെ കടപ്പാടുള്ളത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനം കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ച ജൈവ നെൽകൃഷിയായിരുന്നു. ജൈവ അരി വിപണിയിലിറക്കുകയും വിറ്റുകിട്ടിയ 25,000 രൂപ NSS വയനാട് ഭവന നിർമ്മാണത്തിലേക്ക് നൽകുകയും ചെയ്തു. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരെയും കൊണ്ട് നടത്തിയ ഉല്ലാസയാത്ര, വൃക്കരോഗിക്ക് 42,000 രൂപ പിരിച്ചെടുത്ത് ചികിത്സാ സഹായമായി നൽകിയത് ഉൾപ്പെടെ ഒട്ടനവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളാണ് NSSന്റെ നേതൃത്വത്തിൽ മരത്തങ്കോട് സ്കൂൾ നടത്തിയിട്ടുള്ളത്. PTA, SMC, MPTA, OSA അധ്യാപകർ എന്നിവരുടെ പിന്തുണയും സഹകരണവും സ്കൂളിന്റെ മികച്ച നേട്ടങ്ങൾക്ക് കരുത്തു നൽകിയിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളത്തിനായി ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ചാവക്കാട് മുനിസിപ്പാലിറ്റി മമ്മിയൂർ 8ാം വാർഡ് കൗൺസിലർ KC സുനിലിന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ മാസ് ക്ലീനിംഗ് നടത്തി. മമ്മിയൂർ മുസ്ലിം പള്ളി പരിസരം മുതൽ KSEB ഓഫീസ് വരെയുള്ള ഭാഗത്തെ റോഡിന്റെ 2 വശങ്ങളും വൃത്തിയാക്കി. MM സുമേഷ്, C അനിൽകുമാർ, നമ്പ്യത്ത് രാജഗോപാലൻ, സംഗീത സുരേന്ദ്രൻ, ആനി ജോൺസൺ, വർഗീസ്, KR ഗോപി തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു. ഗർഭാശയ ഗള ക്യാൻസർ വരാതിരിക്കാനായി നൽകുന്ന
ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ സൗജന്യമായി നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയുടെ പരിശീലനമാണ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി തിലകൻ ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബിഞ്ചു ജേക്കബ് സി, VL ബിജു, പബ്ലിക് ഹെൽത്ത് നഴ്സ് ഇൻചാർജ് നിത ശ്രീനി തുടങ്ങിയവർ സംസാരിച്ചു. ആശാപ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ നഴ്സുമാർ എന്നിവർ പങ്കെടുത്തു. മാർച്ച് മാസം ആദ്യ ആഴ്ചയിൽ വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സീമ മൊയ്തുണ്ണി, വാർഡ് മെമ്പർമാരായ ഷസീന, ജിതേഷ്, ഹൈറുന്നിസ, കർഷകരായ ആന്റണി, അബ്ദുൽ സലാം, കുഞ്ഞാലു, അബ്ദുറഹ്മാൻ, IB, ഫിഷറീസ് പ്രൊമോട്ടർ CK ഗീതമോൾ എന്നിവർ പങ്കെടുത്തു. കാർപ്പ് ഇനത്തിൽപ്പെട്ട 9075 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. കണ്ടാണശ്ശേരി പഞ്ചായത്ത് ബഡ്സ് സ്കൂൾ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന നക്ഷത്ര കൂടാരം ആരോഗ്യ പ്രവർത്തകരും മലങ്കര നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് സ്നേഹ സന്ദർശനം നടത്തി. മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. മനഃശാസ്ത്ര കൗൺസിലർ ജസീന AR നിർദ്ദേശങ്ങൾ നൽകി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീവ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നിവ്യ റനീഷ്, പഞ്ചായത്ത് അംഗം ലിയ ജോജു, ആരോഗ്യ പ്രവർത്തകരായ നിത ശ്രീനി, ബിഞ്ചു ജേക്കബ് സി, വിനീത KV എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി നെല്ലുവായിൽ നിന്നും ഭീമൻ മൂർഖൻ പാമ്പിനെ പിടികൂടി. നെല്ലുവായ് മുണ്ടങ്കോടുള്ള വീടിന്റെ പോർച്ചിന് സമീപത്തുള്ള ചെടിത്തോട്ടത്തിലാണ് പാമ്പിനെ കണ്ടത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ എരുമപ്പെട്ടി ഫോറസ്റ്റ് ആനിമൽ സ്നേക്ക് റെസ്ക്യൂ ഓഫീസർ അഷ്റഫ് പാമ്പിനെ പിടികൂടി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 15,565 രൂപ, പവന് 1,24,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 330 രൂപ. ചരമം: കുന്നംകുളം ചിറ്റഞ്ഞൂർ വയലോരം റോഡിൽ താമസിക്കുന്ന വെള്ളക്കട ഹരിദാസൻ നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് 3 മണിക്ക് കോട്ടപ്പടി ക്രിമിറ്റോറിയത്തിൽ നടക്കും. ഭാർഗവി ഭാര്യയും അനീഷ്, അനിത, അശ്വതി എന്നിവർ മക്കളുമാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.